വളരെ ചൂടേറിയ വാർത്ത എങ്ങനെ കേട്ടുകൊണ്ട് കേട്ടോ. അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ സിനിമ നടിമാർ നേരിട്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ റീസെൻ്റ്ലി യുവ നടിയായിട്ടുള്ള രേവതി സമ്പത്തുമായിട്ടുള്ള നടി ഒരുപാട് വ്യക്തികൾക്കെതിരെ പല ആരോപണങ്ങൾ, എന്നെ പീഡിപ്പിച്ചു, എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നടൻ സിദ്ദീഖിനെ കുറിച്ച് പറയുന്നുണ്ട്. നടൻ സിദ്ദീഖ് തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാസ് ഖാനെതിരെ, അങ്ങനെ പല ആൾക്കാർക്കെതിരെ ഈ നടി സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിലൊക്കെ വാസ്തവമുണ്ടോ, ഇതൊക്കെ ശരിക്കുള്ള കാര്യമാണോ എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് ന്യൂസിൽ കുറച്ച് രംഗം കാണിക്കാം. ആ യുവ നടിയായിട്ടുള്ള രേവതി സമ്പത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഒരു ഫോൺ കോൾ മാത്രമാണ്, അതിനുശേഷം അയാളെ പൊടി പോലും ഇല്ല. ഒരു ഫോൺ കോൾ വന്നിട്ട് ഇയാള് വൃത്തികാട് ഇങ്ങനെ അയച്ചു വിടുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്, ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ല, മേ ബി ചോദിക്കാം, ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ. പക്ഷെ അങ്ങനെ അല്ല. ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡ് ആയിട്ട് ഫോൺ ഇങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തായത് സംഭവിക്കണം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ്, ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിൽ 9 ഡേയ്സിനുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി, ഇത് സോക്കോൾ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഇതുപോലെ എത്രയോ ആൾക്കാർ, ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, ഫിലിം എല്ലാം ഓക്കെ ആയിട്ട് ലൈക്ക് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഒന്ന് വേറെ ആരുമില്ല, ഒന്ന് ജസ്റ്റ് ഡയറക്ടറുമായിട്ട്, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട്, എഡിറ്ററായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും. സി വി ഹാവ് ടു സ്ലീപ്പ് വിത്ത് ഓൾ ദീസ് മെൻ എന്ന് പറഞ്ഞിട്ട് ആ സമയമൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു സ്വഭാവം. ഓക്കെ, ഇതെന്താണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലും കൂടെ ഞാൻ പോയി. കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ഓഡിഷൻ എടുക്കുന്നു, നമ്മളെ ടാലന്റ് കാണുന്നു, ഈ ക്യാരക്ടറുമായിട്ട് അവർ സിമിലർ ഓക്കെ മാച്ച് ആണ്, അവർ സെലക്ട് ആവുന്നു. അതിനുശേഷം അവർ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും ഒക്കെ നോൺസെൻസ് അല്ലേ ഇത്. നടൻ സിദ്ദീഖിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നടൻ സിദ്ദീഖ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ റിപ്പോർട്ടർ ചാനലിലെ ആൾക്കാർ നടൻ സിദ്ദീഖിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിദ്ദീഖ് അതിന് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല, സിദ്ദീഖ് ഒഴിഞ്ഞു മാറിയേക്കാണ്. അപ്പോൾ അത് ആ സംഭവം കൂടെ നമുക്ക് കാണാം. ഓക്കെ, ചെല്ല് അതായത് നേരത്തെ ടെലിയിൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ചോദ്യം അതൊന്നുമല്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് രാജിവെക്കണം എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടതുള്ളൂ, അല്ലേ? തെറ്റ് ചെയ്യാത്ത വ്യക്തി എന്തിനാണ് രാജിവെച്ച് പോകേണ്ട ആവശ്യം? അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. എന്താണെന്നറിയില്ല, ഈ വിഷയത്തിൽ സിദ്ദീഖ് പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഓക്കെ, പ്രതികരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ ഒരു യൂട്യൂബ് ചാനലായിട്ടുള്ള കെയ്സിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടു. കെയ്സ് അറിയാമല്ലോ എല്ലാവർക്കും. പുള്ളി കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളി ഈ പറഞ്ഞ രേവതി സമ്പത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഡീപ്പായിട്ട് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം തോന്നിയത്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്ത് പറയണം തോന്നി. അപ്പോൾ പുള്ളിയുടെ ആ വീഡിയോ കൂടെ നമുക്ക് കാണാം, എന്നിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. ഓക്കെ, ഞെട്ടിക്കുന്ന ലെറ്റർ ആയിരുന്നു. അതിൽ സീലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വേഫാം യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടി പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച കുട്ടീനെ അവിടുന്ന് പുറത്താക്കിയ കോളേജ് പുറത്താക്കിയ ഒരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഫാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വിളിച്ചന്വേഷിച്ച സമയത്ത് എനിക്ക് അവിടുന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കാരണം ഈ ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന വ്യക്തിയുടെ റിയൽ ക്രിമിനൽ മുഖമാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അവിടുന്ന് എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഈ കുട്ടീനെ കുറിച്ചുള്ള അവിടെ കംപ്ലൈൻറ്റ് ലഭിച്ചിട്ടുള്ള ഒരുപാട് ലെറ്റർ എനിക്ക് കിട്ടുകയുണ്ടായി. ഇന്നലെ മീഡിയയ്ക്ക് ഞാനത് 5-6 ലെറ്റർ ഞാൻ മീഡിയയ്ക്കെല്ലാം ഞാൻ കൊടുക്കുകയുണ്ടായി. ആ ലെറ്ററിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫെമിനിസം പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് ആണ്. സ്വന്തം റൂംമേറ്റിന്റെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ന്യൂഡ് വീഡിയോ ഈ കുട്ടി എടുത്തു. അത് ആ കുട്ടി കണ്ടു. അങ്ങനത്തെ ഒരു കാര്യം ഈ കുട്ടി ചെയ്തു. രണ്ടാമത് ആ ലെറ്ററിൽ തന്നെ പറയുന്നത്, they put up many boys for night.
മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഓൾ ഇന്റർനാഷണൽ ഫീമെയിൽ സ്റ്റുഡൻസ്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുട്ടീനെ തന്നെ അവിടെയുള്ള ഇന്റർനാഷണൽ എല്ലാ സ്റ്റുഡൻസും ഈ കുട്ടി ഒരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് കോളേജിന് കംപ്ലൈന്റ് കൊടുക്കുകയുണ്ടായി. അതൊരു ലെറ്റർ ഈ കുട്ടിയെ പുറത്താക്കാൻ അടുത്ത കാരണമാണ്. പിന്നെ ക്ലാസ്സിൽ കയറില്ല, അങ്ങനെ ഇതിന്റെ ഓരോരോ കംപ്ലൈന്റുകളാണ്. കാരണം 4ഓളം കംപ്ലൈന്റ് ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ആ കോളേജ് അധികൃതർ അവിടുന്ന് യൂണിവേഴ്സിറ്റി പുറത്താക്കുന്നത്. അതിലെ മെയിൻ കാര്യം പറയുന്നത് സ്വന്തം സഹപാഠിയുടെ ആ കുട്ടിയുടെ ന്യൂഡ് വീഡിയോ കുട്ടിയെടുത്ത് പബ്ലിഷ് ചെയ്തതിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ എല്ലാവരെയും ഈ 14 പേരുടെയും പീഡനം ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്. ഇത് പുറത്ത് ഇത് അറിയപ്പെടുന്നത് ഞങ്ങളെല്ലാവരും ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചെന്നുള്ള രീതിയിലാണ്. കാരണം ഞങ്ങൾക്കെല്ലാം ഫാമിലികളുണ്ട്. അത് പല രീതിയിലും ഇത് എല്ലാവർക്കും പല രീതിയിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പറയുന്ന ഈ രേവതിയുടെ റിയൽ ഫേസ് ജനങ്ങളെ തിരിച്ചറിയണം, ജനങ്ങൾ മനസ്സിലാക്കണം. ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ഈ കുട്ടി കാട്ടിക്കൂട്ടുന്ന ഇത്രയും കോപ്രായങ്ങളെ ആരും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള രേവതി സമ്പത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിക്കാരി പണ്ട് ലൈവിൽ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളും പിന്നെ അതിൽ ഉള്ള വ്യക്തി പേര് ഞാൻ മറന്നു. ആ വ്യക്തി കുറച്ച് കാര്യങ്ങൾ പണ്ട് ഈ രേവതി സമ്പത്ത് കോളേജിൽ പഠിക്കുമ്പോൾ എന്തോ സ്വന്തം റൂംമേറ്റിൻ്റെ ന്യൂഡായിട്ടുള്ള വീഡിയോ പകർത്തിയ കേസും അവിടെ ഭയങ്കര അധികം പ്രോബ്ലംസ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു സ്ത്രീക്ക് പുറത്ത് വന്നിട്ടും പറയാം എന്നെ പീഡിപ്പിച്ചു എന്നുള്ളത്. എല്ലാവരും സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പം അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഫൈനലി പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ, എന്താണ് വാസ്തവം? ഒരാളെ തകർക്കാൻ, ഒരു വ്യക്തി തകർക്കാൻ ഒരു പെണ്ണ് വന്ന് പറഞ്ഞാൽ മതി എന്നെ പീഡിപ്പിച്ചു എന്നുള്ളത്, വെറുതെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കി ചുമ്മാ എന്ന് വന്നിട്ട് ഒരു പെണ്ണ് പറയാം എന്നെ അയാളെങ്ങനെ നോക്കുന്നുണ്ട് പറഞ്ഞാൽ മതി, തീർന്നു. അതാണ് കാലം. കാരണം അങ്ങനെയും കൂടി ഒരു ഇമേജ് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൈസിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിത് പറയണമെന്ന് തോന്നുന്നത്. കാരണം ഇതുപോലെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ആണുങ്ങൾക്കെതിരെ വെറുതെ ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പീഡിപ്പിച്ചിട്ടോ നോക്കിയിട്ടോ ഒന്നും ആവില്ല, വെറുതെ പറയാം എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസും ഉണ്ട് പല കേസിലും. ഇനി പീഡിപ്പിച്ചിട്ടില്ല എന്നല്ല പറയുന്നത് കേട്ടോ, ഉണ്ടാവാം. പക്ഷെ ഇതും കൂടെ നമ്മൾ അന്വേഷിക്കണം എന്നാണ് പറയണത്. അപ്പോൾ വെറുതെ ഒരു ആളെ, കാരണം ഇത്രത്തോളം പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോൾ വിളിച്ച് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനോടൊന്നും ഞാൻ യോജിക്കുന്നതല്ല. പണ്ട് ലൈവിൽ പോയി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ ബാക്കിൽ സൈഡിൽ ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളും വന്നിട്ട് പരിവരിക്കുന്ന നിൽക്കും. എന്നിട്ട് പറയാം എന്നെ പീഡിപ്പിച്ചു, എന്നെ ഇങ്ങനെ ആക്കി. കാരണം ആ സമയത്തൊന്നും പറയില്ല, എല്ലാം കഴിഞ്ഞിട്ടേ പറയുള്ളൂ ആൾക്കാർ. അങ്ങനെ ഒരു സ്വഭാവം പൊതുവെ ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളൊരു കാര്യത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ടേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പോലും കൺഫ്യൂഷനാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ സിദ്ദിഖ് രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എല്ലാവരും പറയുന്ന കാര്യം സിദ്ദിഖ് തെറ്റ് ചെയ്തതുകൊണ്ട് രാജിവെച്ച് പോയി എന്ന് തന്നെ പറയുള്ളൂ, സത്യമായിട്ടും. കാരണം ഒരു തെറ്റ് ചെയ്യാത്ത വ്യക്തി ഒരിക്കലും തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല, സത്യമായിട്ടും. അപ്പോൾ എന്തിന് രാജിവെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു, അതുകൊണ്ട് രാജിവെച്ചു എന്ന ഉത്തരത്തെ നമുക്ക് അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക, അതിനുള്ളൊരു പ്രോപ്പർ ആൻസർ തന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ആൾ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ഡീപ്പ് അന്വേഷണം വേണം. രേവതി സമ്പത്ത് വേണ്ട സത്യമാണോ, സിദ്ദിഖിൻ്റെ ഭാഗം സത്യമാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അന്വേഷിക്കണം. കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോപ്പർ അന്വേഷണം ഉണ്ടായിട്ട് നമ്മൾ ആൾക്കാരെ വിലയിരുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ. അതായത് സിദ്ദിഖ് ആൾക്കാരെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഈ പെണ്ണ് കള്ളം പറയുകയാണ് അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഓക്കെ, ഒരു പ്രോപ്പർ അന്വേഷണം ഉണ്ടായിട്ട് മാത്രമേ നമുക്ക് ആര് ശരി ആര് തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ മുമ്പ് നമ്മൾ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം. കംപ്ലീറ്റ് ആയിട്ടില്ല ഈ സംഭവം. ഇതിലൊരു വളരെ ഡീപ്പായിട്ടുള്ള അന്വേഷണം തന്നെ വേണം. കാരണം ഇതൊക്കെ വലിയ സെലിബ്രിറ്റി ആൾക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സാധാരണ ആൾക്കാരെ കേസ് തന്നെ ഒരു ആൾക്കാർ തള്ളിക്കളയാറാണ് പതിവ്. അപ്പോൾ ഇത് വലിയ നടിമാരുടെയും ഇപ്പോൾ ഭാവന, അതുപോലെ തന്നെ പല നടിമാർക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ പീഡനങ്ങളും കാര്യം നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരുപാട് ചർച്ചാ വിഷയങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ്. അതിൻ്റെ കേസും കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യവും നമുക്ക് ഡീപ്പായിട്ട് അന്വേഷണവും കാര്യങ്ങളും വേണം, എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്. ഓക്കെ, കാരണം ആരോപണം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, നമ്മളെ പീഡിപ്പിച്ചു, നമ്മൾ അത് ചെയ്തു. സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ
നമുക്ക് നോക്കാം, അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടുമ്പോൾ അറിയിക്കാം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.